യൂട്യൂബിൽ നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഫുൾ വീഡിയോ ഒക്കെ വേണ്ടേ. അങ്ങനെ നമ്മുടെ ഫുൾ വീഡിയോ വരികയാണ്. ഇത് ഞാൻ CD-യിൽ പെയിൻറ്റ് ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ CD എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ച് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അത് രണ്ട് പ്ലേറ്റ്സ് ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് നമുക്ക് CD ആയിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ ആ 2 പ്ലേറ്റ്സ് വിഘടിപ്പിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. എൻ്റെ നഖം പൊട്ടിയത് മിച്ചം. അതിന് ശേഷം ആ ഒരു ശ്രമം ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. നല്ല നീല കളറ് ആയിപ്പോയി നമ്മൾ ആദ്യമേ പെയിൻറ്റ് ചെയ്യുന്നത്. ശരിക്കും ഒരു നീലാകാശം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറ് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ ഞാൻ ആ മിക്സ് ചെയ്ത ബ്രഷ് കൊണ്ട് തന്നെ ജസ്റ്റ് അത് ആ കളറങ്ങ് ബാക്കി ഉണ്ടായിരുന്ന അതേ തന്നെ ഉണ്ടായിരുന്ന കളറങ്ങ് അടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ഈ നല്ലൊരു ബ്രഷാട്ടോ ഇത്, നല്ല തടിയുള്ളൊരു ബ്രഷാണ്. ഈ ബ്രഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് വൈറ്റ് കളറുള്ള കളർ എടുത്തിട്ട് നമ്മളത് കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തു ആ മറ്റേ നീല കളറുമായിട്ട്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും തോറും ആകാശം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് വളരെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മേഘമാണ്. അപ്പോൾ മേഘം വരയ്ക്കാൻ വേണ്ടി നമ്മൾ നല്ല വെള്ള കളറ് എടുത്തിട്ടുണ്ട്. ആ വെള്ള കളറ് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് നമുക്ക് മേഘം കാണാമല്ലോ. അപ്പം അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നീല കളറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ സാധാരണ മേഘം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ഉരുണ്ട് വരയ്ക്കാതെ ഇങ്ങനെ ജസ്റ്റ് കുത്തിട്ട് വരയ്ക്കുമ്പോൾ ശരിക്കും ഒറിജിനൽ മേഘത്തിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഇങ്ങനെ കുത്തിടുന്നത് കണ്ടോ. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ എല്ലാവരും പറ്റുവാണെങ്കിലൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം. സാധാരണ ഇങ്ങനെ ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഇപ്പം നല്ല ചൂടും കൂടിയാണല്ലോ. ഈ ചൂടത്ത് നല്ല പെട്ടെന്ന് ഇത് അക്രിലിക് കളർ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണങ്ങാൻ വെക്കുകയാണ്. ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് ഒരു ചെറിയൊരു മൈതാനം അല്ലെങ്കിൽ ഒരു കാട് ഒരു പ്രതീതി വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് ഇങ്ങനെ അടിയിൽ കൊടുക്കുന്നത്. സാധാരണ ഈ സന്ധ്യാസമയത്തിനൊക്കെ അല്ലേ ബ്ലാക്ക് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു സാധനമൊക്കെ വരയ്ക്കുമ്പം ബ്ലാക്ക് കളർ കൊടുക്കുന്നത് സന്ധ്യാസമയത്തും അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ കാണിക്കുമ്പോഴാണ് ബ്ലാക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നത്, ഇത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡെൻസായിട്ടുള്ള ഫോറസ്റ്റ് പോലെ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കത് ലാസ്റ്റ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ബ്ലാക്ക് കൊടുത്തതെന്നുള്ളത്. അതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പച്ച കളറ്, ആ പച്ച കളറിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ആ കൊടുത്ത ബ്ലാക്കും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു ഗ്രീൻ ടിൻറ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കുവാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കാട് പോലെയാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു മുൾഭാഗത്ത് നിന്നുള്ള ലൈറ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റ് വരുമ്പോൾ നമുക്ക് പച്ച കളർ കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ അടിയിലേക്കുള്ള ലൈറ്റ് പോകാത്ത സ്ഥലത്ത് നമുക്ക് കറുപ്പായിരിക്കും. അങ്ങനത്തെ ഒരു ഇല്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രഷിൽ തന്നെ ഉണ്ടായിരുന്ന പച്ച കളറ് നമുക്ക് അത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ ഡോട്ടായിട്ട് നേരത്തെ നമ്മുടെ മേഘം ചെയ്ത പോലെ തന്നെ ഡോട്ടായിട്ട് എൻ്റെ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ഒരു മരം ഒരു സൈഡിലായിട്ട്, ഈ ഒരു സീനറിയുടെ ഒരു സൈഡിലായിട്ടൊരു മരം പോലെ ഒരു സെറ്റപ്പ്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഗ്രീനിൻ്റെ അകത്തോട്ട് ഒരു ശകലം മഞ്ഞ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഗ്രീൻ കിട്ടും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വെയിലൊക്കെ വന്നിട്ട് നമുക്ക് ആ കിട്ടുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഒരു ഓംബ്രേ കളർ ഉണ്ടല്ലോ, ലൈക്ക് നമ്മുടെ ഇളം ഗ്രീന്, അടിയിൽ ഡാർക്ക് ഗ്രീന്, അങ്ങനെയുള്ളൊരു നമുക്കൊരു ട്രാൻസിഷൻ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ചെറിയൊരു യെല്ലോ ടിൻറ്റും കൂടി കൊടുത്ത് അതും നമ്മൾ ഈ കാട് പോലെ വരച്ചിരിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ, കറുപ്പ് ഭാഗത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള പച്ചേനെ നമ്മൾ ഒരു ലൈറ്റ് കളറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വെച്ച് ഇങ്ങനെ ചെറിയ ഇലകൾ പോലെയല്ല, ചെറിയ തണ്ടുകളാണ് വരയ്ക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇല വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ തണ്ടുകൾ പോലെ നമ്മളിങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിലാണ് വരയ്ക്കുന്നത്. അത് കുറച്ചും കൂടി മുകളിലേക്കൊക്കെ വന്നാലൊക്കെ കുഴപ്പമില്ല കേട്ടോ. കാരണം പൂക്കൾ വരയ്ക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂക്കളിങ്ങനെ പല രീതിയിൽ നിൽക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ ഇച്ചിരി കൂടി കട്ടി കൂട്ടിയൊക്കെ എൻ്റെ ഇടയ്ക്ക് വരയ്ക്കാൻ പറ്റും. ഇത് കോല് പോലെ മാത്രമല്ല, കുറച്ചും കൂടി കട്ടി കൂട്ടി വരയ്ക്കുമ്പോൾ നമ്മൾ ഇലയും ഒക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെയാവും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ
ദൂരെ ആകാശം ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന ആ ഒരു ചെറിയൊരു പൂക്കളുടെ ഒരു പ്രദേശം, പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രദേശം. നമ്മൾ അടുത്തടുത്തേക്ക് വരുമ്പോൾ പൂക്കൾ എന്ത് ചെയ്യും, പൂക്കളുടെ നമ്മൾ കൂടുതൽ വിസിബിൾ ആവുന്ന പൂക്കൾ നമ്മുടെ അടുത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര സീമായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ വരയ്ക്കുന്നത്. കുറച്ചും കൂടി ലൈറ്റ് കളറുള്ള പച്ച വെച്ചിട്ട് നമ്മളൊന്നും കൂടി വരയ്ക്കുമ്പോൾ കണ്ടോ ഒരു നല്ലൊരു രസം കാണുന്നത്, ഇപ്പം തന്നെ ഒരു രസമാകുന്നില്ലേ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആ ഒരു ചെടി, അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിരിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് അതിലേക്ക് ചെറിയ ചെറിയ ഇലകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പൂവിൻ്റെ കാടാണ് നമ്മൾ പുറകിൽ കാണുന്നത്. അങ്ങനെയാണ് നമ്മളിത് വരുത്തുന്നത്, നമ്മളിത് വരച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള പൂക്കൾക്കൊക്കെ അവർ ചെറിയൊരു ഇത് കൊടുത്തു. പിന്നെ ആ സൈഡിലുള്ള ഒരു മരം നമ്മൾ സാധാരണ ഒരു മരം പോലെയാണ് വരയ്ക്കുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ സാധാരണ വരച്ച് പഠിച്ചേക്കുന്ന, അതായത് ഇലകൾ കൊണ്ട് മൂടി നിൽക്കുന്ന മരം എന്നല്ല, നമ്മൾ കുറച്ച് ഏരമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അങ്ങനത്തെ ഒരു മരമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് തന്നെ വരച്ചു. അതിന് ശേഷം പൂക്കൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തിരി ദൂരത്തുള്ള പൂക്കൾ ചെറുതായിട്ട് വരയ്ക്കുക. ഒക്കെ അത് ഇച്ചിരി മുകളിലേക്ക് നിൽക്കുന്നത്, കുറച്ച് കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇച്ചിരി ദൂരത്ത് നിൽക്കുന്ന പൂക്കൾ നമുക്ക് ചെറുതായിട്ട് വരയ്ക്കണം, തൊട്ടടുത്ത് നിൽക്കുന്ന പൂക്കൾ നമുക്ക് വലുതായിട്ട് വരയ്ക്കണം. പിന്നെ ഒത്തിരി പൂക്കളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ പൂ വരച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രഷിന് മുകളിലുണ്ടാകുന്ന ആ ഒരു ചെറിയൊരു ടിൻറ്റുണ്ടല്ലോ, ഒരു വെള്ള ടിൻറ്റ്, ആ ടിൻറ്റ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുത്തിയിട്ട് കൊടുത്താൽ അങ്ങ് ദൂരെ ഒരുപാട് പൂക്കൾ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ ആ പൂക്കൾക്കൊരു ചെറിയൊരു എടുപ്പെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നല്ലൊരു മഞ്ഞ കളറ്, അത് ചെറുതായിട്ടൊന്ന് ഒരു ചുവപ്പായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കാപ്പി കളറുമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ നടുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ഈ പുറകിൽ നമ്മൾ കുഞ്ഞു കുത്തിയിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ മരത്തേലും ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പൂക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു ഫീൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും കാണും വരെ ബൈ.